ഹായ് ഫ്രണ്ട്സ്, ശ്രീലകത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ടല്ലോ. ഇന്ന് നമ്മൾ ചേനയും കാച്ചിലും അതുപോലെ തന്നെ ഒരു മുന്തൻ കുലയും വിളവെടുക്കുന്നുണ്ട്. അതൊക്കെ വെച്ചിട്ട് ഒരു സൂപ്പർ എരിശ്ശേരിയും കഞ്ഞിയും തയ്യാറാക്കുന്നുണ്ട്. അതാണ് ഇന്നത്തെ വീഡിയോ. ആദ്യം നമുക്ക് മുന്തൻ കുല മുറിച്ചെടുക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്ത് വെട്ടിയെടുക്കുന്നത് കാച്ചിലാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുതേ. അതുപോലെ തന്നെ നമ്മളാൽ കഴിയുന്നതൊക്കെ നമ്മൾ നട്ടു വളർത്താനായിട്ട് ശ്രമിക്കുക. കാച്ചിൽ ഇവിടെ വെട്ടിയെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകൾ ഭാഗം നമുക്ക് നടാനെടുക്കാം, ബാക്കി ഭാഗം കറി വയ്ക്കാൻ എടുക്കാം. കാച്ചിൽ വെട്ടിയെടുത്ത ആ കുഴിയിൽ തന്നെ നമുക്കിത് നട്ടുകൊടുക്കാം. അപ്പോൾ അടുത്ത വർഷം ഇതേപോലെ തന്നെ നമുക്ക് വിളവെടുക്കാനായിട്ട് കഴിയും. എരിശ്ശേരി വയ്ക്കാനായിട്ട് ഒരു കലത്തിൽ കുറച്ച് വെള്ളം ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് നമുക്ക് കുറച്ച് പെരുംപയർ ഇട്ട് കൊടുക്കാം. പയർ വേവുന്ന സമയം കൊണ്ട് നമുക്ക് കാച്ചിലും ചേനയും ഒക്കെ റെഡിയാക്കി എടുക്കാം. സാമാന്യം വലിപ്പമുള്ള കാച്ചിലും ചേനയും ഒക്കെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇതാണ് നമുക്ക് വിളവെടുത്തപ്പോൾ കിട്ടിയ ചേന. ഈ ചേനയുടെ ഒരു പീസും അതുപോലെ തന്നെ കാച്ചിലിൻ്റെ ഒരു പീസും നമുക്ക് എരിശ്ശേരി വയ്ക്കാനായിട്ട് എടുക്കാം. അതുപോലെ തന്നെ കുറച്ച് പച്ചക്കറികളും കൂടി ഞാൻ എടുക്കുന്നുണ്ട്. വെള്ളരിക്ക, മുന്തങ്ങ, മത്തങ്ങ, ഏത്തക്കായ, അങ്ങനെ തുടങ്ങിയ ഏത് പച്ചക്കറി വേണമെങ്കിലും നമുക്ക് ഇതിൽ ചേർക്കാവുന്നതാണ്. അതുപോലെ തന്നെ ചക്കയുണ്ടെങ്കിൽ ചക്കയും ചേർക്കാം. ഞാനിവിടെ പച്ചക്കറികളെല്ലാം കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. പെരുമ്പയർ ഇവിടെ അര വേവായിട്ടുണ്ട്. അതിലേക്കൊന്ന് ഇട്ട് കൊടുത്ത് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. പച്ചക്കറികൾ ഇവിടെ ഏകദേശം തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഈ പച്ചക്കറികളൊക്കെ വേവുന്ന സമയം കൊണ്ട് ഇതിലേക്ക് ഇടാനുള്ള അരപ്പ് റെഡിയാക്കാം. അരപ്പ് റെഡിയാക്കാനായിട്ട് ആവശ്യത്തിനുള്ള തേങ്ങ എടുക്കുക. അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു കഷ്ണം ഇഞ്ചി, കറിവേപ്പില, ജീരകം, വെളുത്തുള്ളി, പച്ചമുളക് എന്നിവ ഇതിലേക്ക് ഒന്ന് അരച്ച് ചേർക്കാം. അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് കൂടി ചേർക്കുക. ഇവിടെ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അരച്ച് വച്ചിരിക്കുന്ന അരപ്പ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കടുക് താളിച്ചിട്ട് കൊടുക്കാം. എല്ലാ പച്ചക്കറികളും ഒരുമിച്ച് കിട്ടിയില്ലെങ്കിലും നമുക്കുള്ള പച്ചക്കറികൾ വെച്ചിട്ട് ഇതുപോലെ എരിശ്ശേരി തയ്യാറാക്കാവുന്നതാണ്. പെരുമ്പയർ തന്നെ വേണമെന്ന് നിർബന്ധമില്ല, ചെറുപയറായാലും മതി. അപ്പോൾ നമ്മുടെ കഞ്ഞിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ ചൂട് കഞ്ഞിയും ചൂട് എരിശ്ശേരിയും ഒരു ഇലയിലേക്ക് വിളമ്പാം. തൊട്ട് കൂട്ടാനായിട്ട് അച്ചാറുമുണ്ട്. നാരങ്ങ അച്ചാറാണ് ഞാനിവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ സമയം കിട്ടുമ്പോഴൊക്കെ നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുമല്ലോ. അതുപോലെ തന്നെ ഈ ചൂട് കഞ്ഞിയും എരിശ്ശേരിയും അച്ചാറുമൊക്കെ കൂട്ടി ഇലയിലൊഴിച്ച് കഴിക്കുന്നത്, അതും പ്ലാവില കൊണ്ട് കോരി കുടിക്കുന്നത് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പേർക്കും താങ്ക്സ്. പുതിയൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം.